യെസ്. അപ്പൊ ആദ്യമായിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാമത്തെ പാഠമായ 7.3 കവിതാ വിഭാഗത്തിൽപ്പെടുന്ന വിട്ടയക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കവിതാ ഭാഗമാണ്. പേജ് നമ്പർ 78 ആണ് നൽകുന്നത്. നമുക്ക് നേരിട്ട് പാഠഭാഗത്തിലേക്ക് കടക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറിച്ച് വെച്ച് അവസാന ഭാഗത്തേക്ക് ചോദിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും സ്ക്രീൻ വ്യക്തമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. യെസ്, കാണാം. തീർച്ചയായും. ഓക്കെ, താങ്ക് യു. സോ വിട്ടയക്കുക. പ്രശസ്ത കവയിത്രി നാലപ്പാട്ട് ബാലാമണിയമ്മ തയ്യാറാക്കിയിട്ടുള്ള കവിതാഭാഗമാണ് വിട്ടയക്കുക എന്നുള്ളത്. നമുക്ക് ആദ്യം കവിതയുടെ രചയിതാവിനെ കുറിച്ച് ഒന്ന് അറിയാം. തീർച്ചയായിട്ടും എല്ലാ മലയാള വിദ്യാർത്ഥികൾക്കും അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തയായിട്ടുള്ള എഴുത്തുകാരി തന്നെയാണ് ബാലാമണിയമ്മ. മാതൃത്വത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ബാലാമണിയമ്മ. ബാലാമണിയമ്മയെ കുറിച്ച് കുറച്ച് നമ്മൾ ആദ്യമായിട്ട് ഭാഗം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിറ്റഞ്ഞൂർ കോവിലകത്ത് കുഞ്ഞുണ്ണിരാജയുടെയും നാലപ്പാട്ട് കൊച്ചുകുട്ടിയമ്മയുടെ മകളായി ജനനം. ഒരുപാട് കവിതകൾ നമ്മൾക്ക് മുൻപിൽ ഇഷ്ടം പോലെ ഒരുപാട് കവിതകൾ നമ്മൾ വാത്സല്യത്തിന്റെയും മാതൃത്വത്തിന്റെയും ഭാഗമായിട്ട് നിരവധി കവിതകൾ തയ്യാറാക്കി. നമ്മളുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ തന്നെ ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ച ഒരു എഴുത്തുകാരിയായിട്ട് ബാലാമണിയമ്മയെ കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാം. അമ്മ, കുടുംബിനി, സഹപാഠികൾ, സോപാനം, ബാലലീല തുടങ്ങിയിട്ട് നിരവധി പ്രശസ്തമായ കവിതകൾ, ഒന്ന് രണ്ട് ഗദ്യഭാഗങ്ങൾ മാത്രമേ രചിച്ചിട്ടുള്ളൂ. ഒരുപാട് കാലത്തോളം നല്ല രീതിയിലുള്ള ഒരുപാട് കവിതകൾ നമുക്ക് നൽകിയ കവയിത്രി. 5 വർഷത്തോളം അനുഭവിച്ച അൽഷിമേഴ്സിന്റെ രോഗബാധിതയ്ക്കൊടുവിലാണ് ബാലാമണിയമ്മയുടെ മരണം സംഭവിക്കുന്നത്. ഈ പറഞ്ഞ ബാലാമണിയമ്മ മാതൃത്വത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവയിത്രിയാണ്. നാലപ്പാട്ട് നാരായണമേനോൻ എന്ന് പറയുന്ന പ്രശസ്ത എഴുത്തുകാരന്റെ രീതിയിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കവയിത്രി. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള എഴുത്തുകാരിയും കഥകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന മാധവിക്കുട്ടിയുടെ അമ്മയാണ്. മാധവിക്കുട്ടി എല്ലാവർക്കും അറിയാം. മാധവിക്കുട്ടിയുടെ അമ്മയും കൂടിയാണ് നമ്മളുടെ ഈ സ്വന്തം ബാലാമണി അമ്മ. നിങ്ങളിപ്പോ കാണുന്നവരുടെ ചില ചിത്രങ്ങളാണ്, വെറുതെ നിങ്ങൾക്ക് മുൻപിലേക്ക് നൽകി എന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് കവിതാഭാഗത്തിലേക്ക് കടക്കാം. കവിതയുടെ പേര് തന്നെ നോക്കുക. കവിതയുടെ പേര് വരുന്നത് വിട്ടയക്കുക എന്നുള്ളതാണ്. വിട്ടയക്കുക. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇത്തരത്തിലുള്ള പക്ഷികളെയും മറ്റു മൃഗങ്ങളെയൊക്കെ ഓമനിക്കാനും വളർത്തുന്നതിനൊക്കെ വളരെയധികം ഇഷ്ടമാണ്. നമ്മൾ അതിനെ വളർത്തുന്നതും അല്ലെങ്കിൽ അതിനെ പരിചരിക്കുന്നതെല്ലാം അതിന്റെ ഭംഗി ആവോളം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ അതിന്റെ മനസ്സിൽ ആ കൂട്ടിൽ കിടക്കുന്ന സമയത്തും വിട്ടയക്കുക അല്ലെങ്കിൽ വിട്ടയക്കുകയോ എന്നുള്ള ആ ഒരു ചിന്താഗതി മാത്രമായിരിക്കും. ഈ പ്രമേയം ആധാരമാക്കി നിരവധി എഴുത്തുകാര് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രാവും അല്ലെങ്കിൽ പക്ഷികളും മറ്റ് മൃഗങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അടിമത്തമാണെങ്കിലും അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള സ്വാതന്ത്ര്യം എന്നുള്ള പോയിന്റിൽ ഒരുപാട് കവിതകൾ രചിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 1-2 കവിതകൾ നമുക്ക് ആരംഭമായിട്ട് ഒന്ന് നോക്കിക്കളയാം. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ആധുനിക കവിത്രയത്തിൽ ഒരാളായ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രാവേ പ്രാവേ പോകരുതേ വാവ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. അപ്പോ പ്രാവിന്റെ മറുപടി, കൊള്ളാൻ മുന്നേ നിന്നിഷ്ടം തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലപ്പോൾ മാനം നോക്കി പോകും. മാനം നോക്കി പോകാൻ കൊതിക്കുന്ന പ്രാവിനെ കൂട്ടിലാക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടിയോടുള്ള ഒരു കുട്ടിയും പ്രാവും തമ്മിലുള്ള ഒരു സംഭാഷണ രൂപേണ ഉള്ളൂർ പ്രശസ്തമായി അല്ലെങ്കിൽ പ്രശസ്തമാക്കിയ രചന. അതുപോലെ തന്നെ ഒരിക്കലും മറക്കാത്തതും ഈ ഒരു കവിയെയും ഈ ഒരു വരികളും നമ്മൾ ഒരിക്കലും മറക്കില്ല.
നേരത്തെ സൂചിപ്പിച്ച പോലെ ആധുനിക കവിത്രയത്തിലെ മറ്റൊരാൾ വള്ളത്തോൾ നാരായണ മേനോൻ. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാറി. ഈ കവിതയുടെ ആദ്യ ഭാഗങ്ങളിൽ കൂട്ടിനുള്ളിൽ കിടക്കുന്ന പക്ഷിയോട് നിനക്ക് എന്തിന്റെ കുറവാണ്, അല്ലെങ്കിൽ നിനക്ക് ധാരാളം, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തെല്ലാമോ ചെയ്യുന്നുണ്ട്, സ്വർണത്തിന്റെ കൂടാണ്, അല്ലെങ്കിൽ ഏത് നേരവും നിനക്ക് ഭക്ഷണവും പാലും പഴവും ഒക്കെ നൽകുന്നുണ്ട്. പക്ഷേ ആ വരികളാണ് ഏറ്റവും പ്രശസ്തമായത്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പറയും. സ്വാതന്ത്ര്യം തന്നെയാണ് ജീവിതം എന്ന ദർശനം എടുത്തു കാണിക്കാവുന്ന വള്ളത്തോളിന്റെ വരികൾ. സ്വർണത്തിന്റെ കൂടാണെങ്കിലും കൂട് തന്നെയാണ്. പാരതന്ത്ര്യമാണ് ഏറ്റവും വലിയ ബന്ധനം. ആ ബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ് ഓരോരോ പക്ഷികളും അല്ലെങ്കിൽ ഓരോരോ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ നമ്മുടെ മനുഷ്യരാവട്ടെ, നമ്മളുടെ ഏത് ജീവജാലങ്ങളാവട്ടെ, എപ്പോഴും അവരാഗ്രഹിക്കുന്നതും ഇത്തരത്തിലുള്ള ഒരു ജീവിതം തന്നെയാണ്. ഒരിക്കലും കുട്ടിൽ കിടക്കുന്ന തത്തമ്മകളായിട്ട് ജീവിക്കാനായിട്ട് ഒരാളും ആഗ്രഹിക്കുന്നില്ല. എല്ലാ ആളുകളും സ്വാതന്ത്ര്യമായി സന്തോഷത്തോടു കൂടി നമ്മൾക്ക് അനുവദിച്ച പ്രകൃതിയിലും മറ്റും അലിഞ്ഞു ജീവിക്കാൻ, പാറിപ്പറന്ന് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഓരോരുത്തരും. സോ അത്തരത്തിലുള്ള ഒരു കവിതാഭാഗമാണ് വിട്ടയക്കുക എന്ന് പറയുന്ന നാലപ്പാട്ട് ബാലാമണിയമ്മ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു കവിതയിലും പ്രത്യേകിച്ചും എടുത്തു പറയുന്ന കവിത. അപ്പൊ ഈ കവിതയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ആദ്യ ഭാഗങ്ങളിലെ വരികളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ആദ്യമായി ആമുഖമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സ്വതന്ത്രനായിട്ട് ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകൾ ബന്ധിക്കപ്പെടുന്നു. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കവിതാഭാഗത്ത് നമ്മൾ പക്ഷിയെയാണ് എടുത്തു കാണിക്കുന്നത് എങ്കിൽ പോലും അവിടെ വേണമെങ്കിൽ പക്ഷിയെ എന്നില്ല, അടിമത്തം നേരിടുന്ന ഏതൊരു മനുഷ്യനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പക്ഷിയുടെ സ്ഥാനത്ത് കാണാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ അടിമത്തം നേരിടുന്ന ജീവജാലങ്ങളെല്ലാം തന്നെ അവർ പാറിപ്പറന്ന് നടക്കാനായിട്ട് ആഗ്രഹിക്കപ്പെടുന്ന ഒന്ന്. ഹനിക്കപ്പെട്ട സ്വാതന്ത്ര്യം പുനഃസൃഷ്ടിക്കുന്നതിന്റെ ആവേശം എക്കാലത്തും കവിതകളിൽ എടുത്തു കാണാമെന്ന് ആമുഖമായിട്ട് പറയുന്നുണ്ട്. നമ്മളുടെ കരങ്ങളിൽ ചങ്ങലകൾ പെടുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ദുഃഖമായിട്ട് ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. വിട്ടയക്കുക ഒരു അപേക്ഷയുടെ സ്വരമുണ്ട്, ഒരു ആവശ്യത്തിന്റെ സ്വരമുണ്ട്. അതേപോലെ തന്നെ അവരുടെ അവസ്ഥ പറയാൻ ഇതിലും മറ്റൊരു വാക്ക് മറ്റൊന്നുമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. അപ്പോൾ യാന്ത്രികമായിട്ട് ജീവിക്കുന്നതിന്റെ ആലസ്യം കൂട് തീർത്ത ഒരു ലോകത്ത് ഒതുങ്ങി പോകേണ്ടി വന്ന ഒരു കൊച്ചു കിളിയുടെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ വിട്ടയക്കുക എന്ന കവിത നമ്മൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. അപ്പോ പക്ഷി എന്ന് പറയുന്ന പക്ഷിക്ക് സ്വന്തമായിട്ട് ഒരു മനോഹരമായ കൂടുണ്ട്, നേരത്തിന് ഭക്ഷണമുണ്ട്. പക്ഷേ പക്ഷിയുടെ സ്വാതന്ത്ര്യമില്ലായ്മ, പാരതന്ത്ര്യം ആരറിയുന്നില്ല. ആ കുട്ടിയോ അല്ലെങ്കിൽ ആ കുട്ടി തയ്യാറാക്കി മനോഹരമായി നൽകുന്ന ആ ഒരു കൂടോ അറിയുന്നില്ല. നമുക്ക് വരികളിലേക്ക് കടക്കാം. വിട്ടയക്കുക. കവിതയിലെ ആദ്യ വരികൾ ഇപ്രകാരമാണ്. വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ, ഞാൻ ഒട്ടു വാനിൽ പറന്ന് നടക്കട്ടെ. സുപ്രഭാതം അടുത്തു, നവസിലേക്കുൽപ്പതിക്കുന്നു മാമക വർഗക്കാർ. പക്ഷി പറയാണ്, എന്നെ ഒന്ന് വിട്ടയക്കൂ. എവിടെ നിന്ന്? ഈ കൂട്ടിൽ നിന്ന്. ഈ കൂട്ടിൽ നിന്ന് ഞാനൊന്ന് സ്വതന്ത്രമാവട്ടെ. എനിക്ക് അല്ലെ ചിറകുകൾ തന്നെ, നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യരാണെന്നെങ്കിലും എല്ലാവർക്കും പറക്കാൻ കഴിയാത്ത എല്ലാ ജീവജാലങ്ങളും ഒരിക്കലെങ്കിലും ആഗ്രഹിച്ച ഒന്നാണ് ഒന്ന് പറന്ന് നടക്കണം എന്നുള്ളത്. അപ്പോ എന്റെ ജീവിതം അങ്ങ് ആകാശത്താണ്. ഞാൻ ആഗ്രഹിക്കുന്നതും ആ ഒരു ആകാശമാണ്. ഈ കൂടാണ് എന്നെ ഈ തടസ്സത്തിൽ കൊണ്ടുവന്ന് എത്തിയിരിക്കുന്നത്. ഈ കൂട്ടിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തൂ, വിട്ടയക്കൂ. ഞാൻ ആ വാനം ആകാശത്തിലേക്കൊന്ന് പറന്നു നടക്കട്ടെ. ഇതാ സുപ്രഭാതം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. പ്രഭാതമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, പ്രഭാതമാകുന്ന സമയത്ത് പക്ഷികൾ, ഒരു കൂട്ടം പക്ഷികൾ, അവർക്കെന്താണ്, നമ്മളെ പോലെ പഠിക്കേണ്ട അല്ലെ, കിടന്നുറങ്ങേണ്ട, ഈ പറഞ്ഞ പോലെ തന്നെ ജോലിക്ക് പോകേണ്ട, അവർക്ക് ആകെ ആവശ്യമുള്ള ഒരു കാര്യം ഭക്ഷണമാണ്. അവർ സ്വതന്ത്രമായി പറക്കുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം സ്വരൂപിക്കുന്നു. അവരവരുടെ കൂട്ടിൽ തന്നെ മറ്റ് അടുത്ത ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. തന്റെ സുപ്രഭാതത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത സുപ്രഭാതം അടുത്തു കഴിഞ്ഞിരുന്നു. നഭസിലേക്ക് അല്ലെ,
നഭസിലേക്ക് ഇതാ ഉൽപ്പതിക്കുന്നു മാമക വർഗക്കാർ. മാമകം, നഭസ്, ആകാശത്തിലേക്ക് ഇതാ എന്ത് ചെയ്യുന്നു? എന്റെ വർഗക്കാർ, മാമകം, എന്റെ വർഗക്കാർ ഇതാ വരുന്നു. എനിക്കും പോകണം. എന്റെ ബാക്കിയുള്ളവരെല്ലാം അങ്ങ് എന്ത് ചെയ്യാണ്? പറക്കുകയാണ്. എനിക്കും പറക്കാൻ താല്പര്യമാണ്. കൊച്ചു പക്ഷിയാം ഞാനോ തമസ് എന്ന് പറയുന്നത് ഇരുട്ട്. ഞാൻ ഒരു കൊച്ചു പക്ഷിയായ ഞാനോ തമസിൽ താ നശാമി പുലർ വെളിച്ചത്തിലും. ഞാൻ എന്ത് ചെയ്യാണ്? ഇതാ ഈ പുലർ വെളിച്ചത്തിലും ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? ഇരുട്ടെന്ന രൂപത്തിൽ, ഇരുട്ടിൽ എന്ന പോലെ ഞാൻ ഇവിടെ കഴിയുകയാണ്. ഇതാ പുലർക്കാലമായിരിക്കുന്നു, പക്ഷേ എന്റെ കൂട്ടുകാരെല്ലാവരും എത്തിയിരിക്കുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഈ വെളിച്ചത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും തമസിൽ എന്ന പോലെ ഈ വെളിച്ചത്തിൽ, ഇരുട്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. പഞ്ചരത്തിൻ ചുറ്റഴി ഓരോന്നും എന്നെ നോക്കി ചിരിപ്പതായി തോന്നുന്നു. പക്ഷി ഇപ്പോഴും കൂട്ടിലാണ്. ഈ പറഞ്ഞ പക്ഷിയുടെ അപേക്ഷ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഈ പഞ്ചരം എന്ന് പറഞ്ഞ കൂട്, അല്ലെ? ഈ പറഞ്ഞ കൂട്ടിലെ ഓരോ അഴി, നമ്മൾ കൂട് നിർമ്മിച്ചിരിക്കുന്നുണ്ടല്ലേ, ഓരോരോ കള്ളികൾ അല്ലെങ്കിൽ അഴികളാൽ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന കൂടുകൾ, പല വിവിധ നിറത്തിലും വർണ്ണത്തിലും പല രൂപത്തിലുള്ള മനോഹരമായിട്ടുള്ള നിരവധി കൂടുകൾ നമുക്ക് വാങ്ങാനായി ലഭിക്കും. അപ്പൊ കിളിക്ക് തോന്നുകയാണ് ഈ കൂടിന്റെ ചുറ്റഴികൾ, ഈ ബന്ധനം തീർത്തിരിക്കുന്ന ഓരോ അഴിയും എന്നെ നോക്കി ചിരിപ്പതായി തോന്നുന്നു. എന്തിനായിരിക്കും ചിരിക്കുന്നത്? നിനക്ക് ഇതിനുള്ളിൽ കഴിയാനാണല്ലോ വിധി. നീ എന്റെ ഈ കൂട്ടിനുള്ളിൽ കിടന്നാണ് നിന്റെ ജീവിതം മുഴുവൻ തീർക്കേണ്ടത് എന്നുള്ള രൂപത്തിലേക്ക് ചിരിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് ഓരോ അഴിയും എന്ത് ചെയ്യാണ്? തന്നെ നോക്കുന്നതായിട്ട് പക്ഷിക്ക് തോന്നുകയാണ് ആദ്യ ഭാഗങ്ങളിൽ. അടുത്ത വരികൾ നോക്കാം. മർത്യൻ തൻ പരിലാളനമൊന്നു. മർത്യൻ, ആരെ? മർത്യർ, മനുഷ്യർ, അല്ലെ? മനുഷ്യരുടെ പരിലാളനമൊന്നു മുൾത്തടത്തിനു ശാന്തിയെ നൽകിടാം. അതായത് മർത്യർ തൻ പരിലാളമൊന്നുമെൻ ഉൾത്തടത്തിന് ശാന്തിയെ നൽകിടാം. അതായത് നമ്മൾ പക്ഷിയെ വളർത്തുന്നത് എന്തിനാ? പക്ഷിയെ വളർത്തുന്നത് അതിന്റെ മനോഹരമായിട്ടുള്ള ശരീരം, മനോഹരമായിട്ടുള്ള അതിന്റെ ശബ്ദം, മനോഹരമായിട്ടുണ്ട് അതിന്റെ പ്രകൃതം. ആ പക്ഷി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് അതിനെ രസകരമായിട്ടുള്ള രൂപത്തിൽ അത് കളിക്കുന്നതും ചിരിക്കുന്നതും ശബ്ദിക്കുന്നതും ഒക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ്. ആ കൂട്ടിൽ കിടക്കുന്ന പക്ഷിയെ ഒഴിച്ച് ബാക്കി ആ പക്ഷിയെ കാണുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്യാണ്? സന്തോഷത്തിലാണ്. എന്ത് മനോഹരമായ പക്ഷി, എന്ത് രസമാണ് ആ പക്ഷിയെ കാണാൻ ഈ രൂപത്തിൽ. പക്ഷേ ഈ പറഞ്ഞ എന്റെ ഉൾത്തടത്തിൽ ഈ പരിലാളനം, ഈ ലാളനയൊന്നും പക്ഷിയെ നമ്മൾ എടുക്കുമ്പോൾ കൊഞ്ചിക്കും, തലോടും. നമ്മള് കൂടിനുള്ളിൽ കാണുമ്പോൾ ഒന്ന് തൊട്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് തലോടാൻ സാധിച്ചെങ്കിൽ തോന്നാത്തവരില്ല. അങ്ങനെ ആ പരിലാളനം ഒന്നും തന്നെ എന്റെ ഉൾത്തടത്തിൽ, എന്റെ മനസ്സിന്റെ ഉൾത്തടത്തിന്റെ അടിത്തട്ടിൽ ശാന്തിയെ നൽകിടാം. ഇതെനിക്ക് ശാന്തി നൽകുന്നില്ല. കാരണം എനിക്ക് ശാന്തി നൽകണം എന്താണ്? എനിക്ക് എന്റെ കൂട്ടുകാരുമൊത്ത് പോകണം. വിട്ടയച്ചാലും എന്നെ ഈ കൂട്ടിൽ നിന്നൊട്ടു പാറിപ്പറക്കട്ടെ വാനിൽ ഞാൻ. എന്നെ വിട്ടയക്കൂ. നിങ്ങളുടെ പരിലാളനം ഒന്നും എനിക്ക് ഒരു ശാന്തിയും നൽകുന്നില്ല. എനിക്ക് വേണ്ടത് എന്നെ വിട്ടൊന്ന്, എനിക്ക് ഈ കൂട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒട്ട് പാറിപ്പറന്ന് ഈ ആകാശത്ത് ഞാൻ എന്ത് ചെയ്യട്ടെ? എന്റെ ചിറക് വിരിച്ചൊന്ന് പാറി നടക്കട്ടെ ഞാൻ. ഭംഗിയേറിയ പൊന്നിൻ മറയ്ക്കുള്ളിൽ അങ്ങഴ്, ഭംഗിയേറിയ പൊന്നിൻ മറയ്ക്കുള്ളിൽ അഴലുകൾ ഉച്ഛസിച്ചിടുന്നു. അഴലുകൾ ഉച്ഛസിച്ചിടുന്നു എന്ന് പറയുന്നത്. ഭംഗിയേറിയ, നമ്മൾ പറഞ്ഞ പോലെ സ്വർണം കൊണ്ടുണ്ടാക്കിയതാവട്ടെ, ഭംഗിയേറിയ നിറങ്ങൾ കൊണ്ടുണ്ടാക്കിയതാവട്ടെ, ഏത് രൂപത്തിലുള്ള ഇതാവട്ടെ, ഭംഗിയേറിയതുള്ള എന്ത് രൂപത്തിലാണെങ്കിലും കൂട് തന്നെയാണ്. ആ പൊന്നിന്റെ മറയ്ക്കുള്ളിൽ അങ്ങഴലു, ഞാൻ അഴലുകളിൽ ഉൾപ്പെട്ട് ഉച്ഛസിച്ചിടുന്നു എന്നാ പറയുന്നത്. അഴലുകൾ, അല്ലെ? അഴല് എന്ന് പറഞ്ഞാൽ ദുഃഖം, അല്ലെ? നമ്മൾ അഴല് എന്ന് പറഞ്ഞ വാക്ക് ഒരുപാട് മുൻപ് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് ഇങ്ങനെ കവിതയിൽ കേൾക്കുമ്പോൾ അറിയില്ല. അഴലിന്റെ ആഴങ്ങളിൽ നീ മാഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ സിനിമാ പാട്ടമുണ്ട്, അല്ലെ? അഴൽ, ദുഃഖം, ദുഃഖത്തിന്റെ ആ അടിത്തട്ടിൽ അല്ലെ എന്ത് ചെയ്യാണ്? ഞാൻ ഉച്ഛസിച്ചിടുകയാണ്. ഞാനിപ്പോഴും ശ്വസിക്കുന്നത് ആ ദുഃഖത്തിന്റെ, ഭംഗിയുള്ളതാക്കുന്നത് ഈ പറഞ്ഞ ഈ അഴികളും കൂടും മാത്രമാണ്.
അതിനുള്ളിൽ കിടക്കുന്ന എന്റെ ഹൃദയം അഴലിന്റെ ആഴങ്ങളിൽ എന്ത് ചെയ്യാണ്? ശ്വാസം ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അശ്രു സഞ്ചയമാം ഇവിടെ, അശ്രു സഞ്ചയമാ വിവിയായി പൊങ്ങിപ്പോയി അമ്പരത്തെ പുക പിടിപ്പിക്കുന്നു. അശ്രു, എന്റെ കണ്ണുനീർ, എന്റെ അശ്രു ഇതാ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വീണ് വീണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ടിൽ കിടക്കുന്ന ഈ അശ്രുവിന്റെ, ക്ഷമിക്കണം ഒരു കോള് വന്നാണ്. അശ്രുവിന്റെ കണ്ണുനീരിത എനിക്ക് എന്ത് ചെയ്യുന്നു? പൊങ്ങിപ്പോയി അമ്പരത്തെ പുക പിടിപ്പിക്കുന്നു. എന്റെ അശ്രു ഇത് ആവിയായിട്ട് മുകളിലോട്ട് പോയി അമ്പരം ആകാശത്തെ എന്ത് ചെയ്യാണ്? പുക പിടിപ്പിക്കുന്ന രൂപത്തിലേക്ക് വരികയാണ്. അപ്പൊ എന്റെ ഈ ജീവിതം എന്ന് പറയുന്നത് ഈ കൂട്ടിനുള്ളിൽ ദുഃഖപൂർണമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ ആകെയുള്ളത് എന്താണ്? കരഞ്ഞു തീർക്കാനുള്ള ഒരു ജീവിതം മാത്രമാണ്. ഈ തടവിൽ ഞാൻ ഈ അശാന്തി കൊണ്ട് നീറിപ്പിടയുന്ന ഈ ഒരു സമയത്ത് എനിക്ക് ആകെ കഴിയുന്നത് എന്റെ ഈ പറഞ്ഞ എന്താണ്? കരയുക മാത്രമാണ്. ഈ എന്റെ അശ്രുവിന്റെ കൂട്ടം ഒക്കെ ഇതാ പൊങ്ങിപ്പോയി അമ്പരത്തെ ആകാശത്തെ പുക പിടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നെ ഒന്ന് തുറന്നു വിടൂ, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഈ കൂട്ടിൽ നിന്ന് മോചിപ്പിക്കൂ എന്നുള്ള ഒരു അപേക്ഷയാണ് പക്ഷി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അടുത്ത വരികളിലേക്ക് നോക്കാം. കുറച്ച് വേഗത കൂടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. എന്നിരുന്നാലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവസാന ഭാഗങ്ങളിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഭംഗിയേറിയ ആ പൊന്നിന്റെ മറയ്ക്കുള്ളിലാണ് ഞാനിപ്പോഴും. പക്ഷേ അവിടെ എനിക്ക് കൂട്ടായുള്ളത് എന്റെ ദുഃഖങ്ങൾ മാത്രമാണ്. ആ ദുഃഖത്തിൽ എന്റെ കണ്ണുനീർത്തുള്ളികൾ എല്ലാം ഉയർന്ന് അമ്പരത്തിലേക്ക് ഒരു പുക പോലെ, അമ്പരത്തെ ആകാശത്തെ ഒരു പുക പോലെ എന്ത് ചെയ്തിരിക്കുന്നു? മൂടി മറച്ചിരിക്കുന്നു. അടുത്ത വരികളിലേക്ക് നോക്കാം. പൂവണി മധുമാസ പുലർക്കാറ്റു ജീവരാശിയെ തട്ടിയുണർത്തുമ്പോൾ ആശയം പുഴുവുള്ളിൽ കടന്നിട്ട് നാശയത്തെ കരണ്ടു മുറിക്കുന്നു. അതായത് പൂവണി മധുമാസം അല്ലെ, മധു എന്ന് പറയുന്ന അല്ലെ, പൂവണി മധുമാസ പുലർക്കാറ്റ്, അതായത് മധുമാസത്തിലുള്ള പുലർക്കാറ്റ് വീശി ഒരു ജീവരാശി എന്നെ തട്ടി, ഓരോരോ ദിവസവും അല്ലെങ്കിൽ ഓരോരോ സമയവും ഓരോ പുലർക്കാലവും എന്നെ തട്ടി ഉണർത്തുന്നത് എങ്ങനെയാണ്? ആശയാം പുഴുവുള്ളിൽ കടന്ന പോലെ. എന്റെ ആശ, എന്റെ ആഗ്രഹം ഓരോ ദിവസവും ഉണരുന്നത് ഇന്ന് എനിക്ക് മോചനം നേടാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ആകാശത്തിലേക്ക് എന്റെ മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം പറന്ന് നടക്കാനായി സാധിക്കും. ഈ പറഞ്ഞ പക്ഷികൾക്ക് മറ്റൊന്നും വേണ്ട. അവർക്ക് ആവശ്യമുള്ളത് തൻ്റെ ഒപ്പമുള്ള കൂട്ടുകാരോടൊപ്പം, അല്ലെങ്കിൽ ഈ പറഞ്ഞ തൻ്റെ കുടുംബത്തോടൊപ്പം പാറിപ്പറന്ന് ആകാശത്തിൽ ഉടനീളം പാറിപ്പറന്ന് നടക്കുക, അവർക്കൊപ്പം തീറ്റ തേടുക, അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷിക്കുക, അതിൽ സന്തോഷം ഉൾക്കൊള്ളുന്ന ആ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരു പക്ഷിക്ക് ആ കൂട്ടിൽ നിന്നും വിട്ടയക്കുക എന്നുള്ള ആ ഒരു ഇത്, അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ ആശയം പുഴുവുള്ളിൽ കടന്നിട്ട് എന്റെ ആശയത്തെ കരണ്ടു മുറിക്കുന്നു. എന്റെ മനസ്സിന്റെ ഉള്ളിലെ എന്റെ ആശയം, എന്റെ ആഗ്രഹം, എന്റെ ആശയങ്ങളൊക്കെ എന്താണ്? ഒരു പുഴു പോലെ ഉള്ളിൽ കിടന്ന് എന്റെ ആഗ്രഹത്തെ എന്റെ ആഗ്രഹം ഇങ്ങനെ കരണ്ടു മുറിക്കുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നു? എന്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സാന്ധ്യരാഗം നഭസിൽ പരക്കുമ്പോൾ ശാന്തിയച്ഛൻ മനസ്സു പിടയ്ക്കുന്നു. അതായത് പുലർക്കാലത്ത് ഞാൻ ആഗ്രഹിക്കും കഴിയുന്നതും എനിക്ക് സ്വാതന്ത്ര്യം എന്തെങ്കിലും കിട്ടും, എനിക്ക് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകാൻ കഴിയും. ഒരു പുഴുവിനെ പോലെ എന്ത് ചെയ്യാണ് പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു രംഗം, സന്ധ്യാരാഗം ആകാശത്ത് പരക്കുമ്പോൾ എന്ത് ചെയ്യാണ്? ആ തടവിലാക്കപ്പെട്ട ആ അശാന്തി കൊണ്ട് നീറിപ്പിടയുകയാണ്. ഈ പറഞ്ഞ ശാന്തി ഇല്ലാത്ത ആ മനസ്സ് പിടയ്ക്കുന്ന ആ ഒരു സമയം സാന്ധ്യരാഗം നഭസിൽ പരക്കുമ്പോൾ, നഭസ് ആകാശത്ത് പരക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അതിന് ലഭിക്കില്ല. ആ ഒരു എനിക്ക് സ്വാതന്ത്ര്യം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ശാന്തിയറ്റ, അല്ലെങ്കിൽ ആ ആഗ്രഹം അവസാനിച്ച എന്റെ മനസ്സ് കിടന്ന് പിടയ്ക്കുകയാണ്. എനിക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന ഒരു ചിന്തയോടുകൂടി.
വീണ്ടും പക്ഷിയുടെ ആഗ്രഹം ഒരിക്കൽ കൂടി ഉയർത്തി പറയുകയാണ്, വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ, ഞാൻ ഒട്ട് വാനിൽ പറന്നു നടക്കട്ടെ. ഇത്രയും നേരം പറഞ്ഞത് ഞാൻ എന്റെ ആഗ്രഹമാണ് പറഞ്ഞത്. എന്റെ ആഗ്രഹം ഞാൻ പറയുന്നു. എനിക്ക് വേണ്ടത് എന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇപ്പോഴും ആ കിളി ഇപ്പോഴും എന്താണ്, അനുവാദത്തിന് കാത്തു നിൽക്കുകയാണ്. ഞാൻ അനുവാദത്തിന് വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത്. എനിക്ക് വേണ്ടത് ഈ കൂട്ടിൽ നിന്നുമുള്ള മോചനമാണ്. എനിക്ക് വേണ്ടത് എന്റെ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദർശനം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആവശ്യമുള്ളതും ആ സ്വാതന്ത്ര്യമാണ്. അതിനുള്ള അവകാശം, ആ അനുവാദമാണ് ഞാൻ ചോദിക്കുന്നത്. സോ വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ, ഞാൻ ഒട്ട്, അല്ലെ, ഞാൻ ഒട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ അല്പം ഒന്ന് വാനിലൂടെ പറന്ന് നോക്കട്ടെ, എന്നെ ഒന്ന് മോചിപ്പിക്കൂ. വീണ്ടും പക്ഷിയുടെ ചിന്ത. അപ്പോ നമ്മൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കൂട്ടിൽ കിടക്കുന്ന കിളിയുടെ ദുഃഖത്തെ കുറിച്ചാണ്. ഈ കവിതയുടെ പ്രധാന ഇതിവൃത്തവും ഈ പറഞ്ഞ കിളിയുടെ ദുഃഖം തന്നെയാണ്. അടിമത്തത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, കിളി മാത്രമല്ല, അടിമത്തത്തിൽ ഉള്ളു നേറുന്ന ഏതൊരു വ്യക്തിയുടെയും ആത്മരോധനമാണ് നമ്മളുടെ ഈ കവിതയിൽ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് അടിമത്തം നേരിടപ്പെടുന്ന ഒരു സമയത്ത് ആ ജോലിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മുതലാളിത്ത വർഗത്തിൽ നിന്ന് ചിലപ്പോൾ പല രൂപത്തിലും തന്റെ ഉള്ളു നേറി കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് പോലും നമുക്ക് ചിലപ്പോൾ ഈ കവിതയുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ വാക്കുകളും ഈ ജനതയുടെയും ഇത്തരം അടിമത്തം നേരിടുന്നതിന്റെ സഹനത്തിന്റെയും വിമോചനത്തിന്റെയും ഒരു പ്രതിധ്വനിയായിട്ട് ഈ കവിതയിൽ പറയുന്നുണ്ടെന്ന് നമുക്ക് കാണാം. പ്രഭാതത്തിൽ മറ്റു കിളികൾ, നമ്മള് മനുഷ്യരാണെങ്കിൽ പോലും എന്റെ ഒപ്പമുള്ള സഹപ്രവർത്തകരല്ലേ അല്ലെങ്കിൽ മറ്റ് കൂട്ടുകാരൊക്കെ എന്നെക്കാൾ നല്ല രൂപത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, അവർക്ക് ലഭിക്കുന്നത് എനിക്ക് ലഭിക്കുന്നില്ല. ഈ രീതിയിൽ നമ്മളെല്ലാം എത്ര പേര് പലരും സൂചിപ്പിക്കാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സകല ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. അത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ, അതിന് ചിലപ്പോൾ കൂട് തന്നെ വേണമെന്നില്ല. ഈ പറഞ്ഞ ചിലപ്പോൾ ഒരാളിന്റെ വാക്കിന്റെ നിർദ്ദേശത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടേക്കാം. വീടാകാം, ജോലിസ്ഥലമാകാം, മനസ്സാവാം, ഏത് രൂപത്തിലും നമുക്ക് ഈ പറഞ്ഞ അടിമത്തമോ അല്ലെങ്കിൽ പാരതന്ത്രമോ ഒക്കെ നമുക്ക് ഉണ്ടാകാം. അപ്പോ കിളിയുടെ ആവശ്യം വീണ്ടും പൂർണ്ണമായിട്ടും ആ കിളി പറയുന്നത് ഇപ്രകാരമാണ്, എന്നെ ഒന്ന് വിട്ടയക്കൂ, എനിക്ക് തീരെ അല്ലെങ്കിൽ ഒരുപാട് കാലമായി ഞാനൊന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് വിട്ടയക്കൂ. അപ്പോ ആദ്യ ഭാഗങ്ങളിൽ ഇപ്രകാരമാണ് കവിതയിൽ കിളി നമ്മൾക്ക് മുൻപിൽ പറയുന്നത്. സോ ബാക്കിയുള്ള വരികളിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് കടന്നു ചെല്ലാം. പിന്നീട് മോഹനസുന്ദരമായ പ്രകൃതിയിലേക്ക് നോക്കിക്കൊണ്ട് തന്റെ മുൻവശങ്ങളിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ തന്റെ പ്രകൃതി തന്നെ മാടി വിളിക്കുന്നതായി തന്റെ മുൻപിൽ തുറന്നു കിടക്കുന്ന താൻ ആഗ്രഹിക്കുന്ന കാഴ്ചകളെ കുറിച്ച് അല്ലെങ്കിൽ കവിതയിൽ പറയുന്നു. കാൺമതുണ്ട തെല്ലകലത്തിലെ ജന്മഭൂമിയാം കാനനം മോഹനം. എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് നോക്കൂ, അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് കാണാൻ സാധിക്കും. കുറച്ചകലത്തിൽ, തെല്ലകലത്തിൽ, തെല്ല് അല്പം അല്ലെ, കുറച്ച് അകലത്തിൽ എൻ്റെ ജന്മഭൂമിയായ, ഞാൻ ജന്മം കൊണ്ട, അല്ലെ, ഞാൻ ഈ കൂട്ടിലല്ല ജന്മം കൊണ്ടത്, ഞാൻ ജന്മം കൊണ്ടത് എല്ലാവരും പാറിപ്പറന്ന് നടക്കുന്ന എൻ്റെ ജന്മഭൂമിയായ കാനനത്തിലാണ്. കാനനം അല്ലെ, കാട്. അപ്പൊ ഈ കാനനത്തിൽ ഈ പറഞ്ഞ ജന്മഭൂമിയായ മനോഹരമായ എൻ്റെ ജന്മഭൂമി തൊട്ടടുത്തുണ്ട്. ഈ പറഞ്ഞ എൻ്റെ ജന്മഭൂമി വളരെ അടുത്തുണ്ട്, തൊട്ടടുത്താണ്. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല, എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചകലത്തിൽ, എൻ്റെ തൊട്ടകലത്തിലാണ് എൻ്റെ ജന്മഭൂമി. അവിടെ എന്തൊക്കെയുണ്ട് നോക്കാം. താമര മലർ കയ്യാൽ തടാകങ്ങൾ. അവിടെ കൂട് പോലെയല്ല, എന്നെ കാത്തിരിക്കുന്നത് താമര മലർ കയ്യാൽ തടാകങ്ങൾ. നിറയെ തടാകങ്ങളുണ്ട്. എനിക്ക് ഈ പാത്രത്തിലുള്ള പാലും പഴവും ഒന്നും വേണ്ട, ആ തടാകത്തിലെ ജലം ഒന്ന് തൊട്ടാൽ മതി, ആ ജലത്തിലൊന്ന് കുളിച്ചാൽ മതി. ആ ജലം എനിക്ക് ആവശ്യത്തിലധികം പ്രകൃതി എനിക്ക് എന്റെ ദാഹം അകറ്റാനും എൻ്റെ കൂട്ടുകാരൊപ്പം സ്വൈര്യമായി വിഹരിക്കാനും ഒക്കെയുള്ള സാധ്യം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, പ്രദാനം ചെയ്യുന്നു. അപ്പൊ അവിടെ താമരയുടെ മലർ കയ്യാൽ തടാകങ്ങൾ.
നല്ലൊരു തടാകമുണ്ട്. ആ തടാകത്തിൽ നിറയെ താമര മലർ പൂവ്, താമരയുടെ പൂക്കൾ എന്ത് ചെയ്യുന്നു? ആ തടാകത്തിലുടനീളം ഉണ്ട്. ആ തടാകം പ്രേമമോടെ എന്നെ അങ്ങ് എന്നെ പ്രേമമോടെ എന്നെ അങ്ങ് വിളിക്കുന്നു. എന്നോട് പ്രേമം, ഇഷ്ടം തോന്നിയിട്ട് ഒരു പൂവാണെങ്കിൽ ആ പൂവ് ഇങ്ങനെ വിരിഞ്ഞു നിന്ന് വാടിയാൽ മതിയോ? പോരാ. ഒരു മാമ്പഴം, ആ ഒരു മാമ്പഴം ഇങ്ങനെ പഴുത്ത് ആ ഒരു ചെറിയ മാങ്ങയായിട്ട് വന്ന് അത് വലുതായി അത് പഴുത്ത് അതങ്ങനെ വീണ് നശിച്ചു പോകുന്നതാണോ ഒരു മാമ്പഴത്തിന്റെ ഇഷ്ടം? അല്ല. അത് പക്ഷികൾക്കും മൃഗാദികൾക്കും ഒക്കെ ഭക്ഷണമാകുമ്പോഴാണ് ആ മാവിനും മാമ്പഴത്തിനും ഒരു ഫലം ഉണ്ടാവുന്നത്. ഈ പറഞ്ഞ താമരയാണ്. ആ താമരയിലേക്ക്, ആ താമരയുടെ സൗന്ദര്യം നുകരാൻ, ആ ഒരു പൂക്കളാണെങ്കിൽ അതിന്റെ തേൻ നുകരാൻ പക്ഷികളും വണ്ടുകളും ഒക്കെ വരുമ്പോഴാണ് അതിന്റെ കർമ്മം അവിടെ സാധ്യമാകുന്നത്, അതിന്റെ ഫലം പ്രയോഗത്തിൽ വരുന്നത്, അതിന്റെ സന്തോഷം ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ താമര തന്നെ വിളിക്കുന്നു, സ്നേഹത്തോടെ പ്രേമമോടെ എന്നെ അങ്ങോട്ട് വിളിക്കുകയാണ്. എങ്ങോട്ട്? തടാകത്തിന്റെ അടുത്തേക്ക് എന്നെ അങ്ങ് വിളിക്കുന്നു. ഞാൻ പോകട്ടെ, എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. എന്നെ എന്റെ സുന്ദരമായ ജന്മഭൂമിയിലെ തടാകത്തിലേക്ക് എന്ത് ചെയ്യുന്നു? പ്രേമമോടെ എന്നെ അങ്ങ് വിളിക്കുകയാണ്. പുൽത്തളിരുകൾ പൂന്തുകിൽ നെയ്യുന്നു. പുല്ലിന്റെ തളിരുകൾ എന്ത് ചെയ്യാണ്? പൂന്തുകിൽ നെയ്യുകയാണ്. അതായത് പുൽത്തളിര്, നമുക്ക് എല്ലാവർക്കും അറിയാം, തളിര് പല പക്ഷികളിലും ആഹാരമാക്കുന്ന ഒന്നാണ് പുൽ തളിരുകളൊക്കെ. അപ്പൊ പുല്ലിന്റെ തളിരുകൾ മനോഹരമായിട്ടുള്ള പൂന്തുകിൽ, തുകിലാണ് തൂവൽ, വസ്ത്രം എന്നൊക്കെ പറയാം. പൂ, അതായത് പൂന്തുകിൽ, മനോഹരമായ വസ്ത്രം അവിടെ നൂൽക്കുകയാണ് അല്ലെങ്കിൽ നെയ്യുകയാണ്. നല്ല പുല്ലിന്റെ തളിരുകൾ ഉള്ള അവിടെ പൂന്തുകിൽ നെയ്യുന്നു. പുഷ്പരാശികൾ പുഞ്ചിരി കൊള്ളും. പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഭാഗം, പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള വർണ്ണനകളാണ് ഈ ഭാഗങ്ങളിൽ കവയത്രി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പുഷ്പരാശികൾ പുഞ്ചിരി കൊള്ളുന്നു. നമ്മളെ കണ്ണിനെ മനോഹരമാകുന്ന പ്രകൃതി ദൃശ്യങ്ങൾ അവിടെ വർണ്ണനകളാൽ സമൃദ്ധമായി നൽകാനായിട്ട് കവയത്രി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പുഷ്പരാശികൾ, പുഷ്പം, പൂവ്, രാജി കൂട്ടം, പുഷ്പത്തിന്റെ കൂട്ടം, ഓരോരോ പൂക്കളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്താണ്? ഒരു പുഷ്പത്തിന്റെ കൂട്ടമാവട്ടെ, ഒരു ഫലത്തിന്റെ കൂട്ടമാവട്ടെ, അവയെല്ലാം അതിനെ സമീപിക്കുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും സാമീപ്യമാണ് അതിനാവശ്യം. അപ്പോ തന്റെ കാനന മോഹനമായിട്ടുള്ള ജന്മഭൂമിയിലെ കൂട്ടം കൂടി നിൽക്കുന്ന പുഷ്പങ്ങൾ പുഞ്ചിരി കൊണ്ട് എന്ത് ചെയ്യുന്നു? തനിക്ക് വേണ്ടി പുഞ്ചിരിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. ആ പുഷ്പരാശികൾക്ക് തൊട്ടും മത്തവൃംഗങ്ങൾ മണ്ടിക്കളിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, പുഷ്പങ്ങൾ, മനോഹരമായ പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്തും ഇഷ്ടം പോലെ പൂക്കളുണ്ട്. ഇന്നത്തെ കാലത്ത് പൂക്കളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം അതാണ്. ഒരു തവണ ബോഗൺവില്ല എന്ന് ആരോ പറഞ്ഞു കേട്ടു. ബോഗൺവില്ല അതെന്ത് പൂവാ? ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അറിയുന്നുണ്ടാകാം ബോഗൺവില്ല. പക്ഷേ പഴയ ആൾക്കാർക്ക് ബോഗൺവില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലെ? എന്താ? കടലാസും പൂവ് അങ്ങനെ പറയണം. അപ്പോ ഇന്നത്തെ കാലത്തെ പൂക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് പൂക്കൾ ഭംഗിക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളത്. കാണാൻ മാത്രം ഭംഗി ഉണ്ടായാൽ മതി. അത് ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ആണെങ്കിൽ പോലും ഭംഗി മതി, വീടിനുള്ളിലായാലും പുറത്തായാലും ഒക്കെ. പക്ഷെ പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ നാടൻ പൂക്കളുടെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിക്കൊപ്പം അതിന് ഒട്ടനേകം ഗുണങ്ങൾ, അതേപോലെ തന്നെ സൗന്ദര്യത്തിനൊപ്പം നമ്മൾ നല്ല എന്താ പറയാ, മധുരം തുളുമ്പുന്ന തേനുകൾ നിറച്ച്, എന്താണ്, മധുവിന്റെ കൂടെ നിറച്ച് നിൽക്കുന്ന പോലെ എന്ത് ചെയ്യാറുണ്ട്? ഓരോ പൂക്കളും നിൽക്കും. ആ പൂക്കളിലേക്ക് തേനുകൾ തേടി പൂമ്പാറ്റകളും മറ്റു പക്ഷികളും ഒക്കെ വരും. അപ്പൊ ഇവിടെ ഇതാ മത്തവൃംഗങ്ങൾ അതിനു ചുറ്റും മണ്ടിക്കളിക്കുകയാണ്. മത്തവൃംഗങ്ങൾ, ഭൃംഗം, വണ്ട്, മത്ത് പിടിച്ച ഭൃംഗങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് തേന്, നമ്മൾ തേൻ കഴിച്ച വണ്ടുകൾ. തേന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഉദാഹരണം ചെമ്പരത്തി ആവട്ടെ, തെച്ചി ആവട്ടെ, മറ്റേത് പൂവാവട്ടെ, ഇതിന്റെ ഉള്ളിലൊക്കെ തേനുണ്ട്. ഇത് കഴിക്കാനായിട്ട് വണ്ടുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആ വണ്ടുകൾ മത്തായിട്ട് തേന്, അമിതമായി തേൻ കുടിച്ച് മത്തായിട്ട് അവിടെ മണ്ടിക്കളിക്കുന്ന കാഴ്ചയാണ് എന്ത് ചെയ്യുന്നത്? ആ ഭാഗത്ത് കാണുന്നത്.
പത്രവല്ലികൾ ചുറ്റും പടരുന്നു. ആ ലസധ്വനത്തിനു മീതെയൊരു നീലമേലാപ്പു കെട്ടിയ വാനിടം. അപ്പോ ഇവിടെ ഇതാ മത്തവൃന്ദങ്ങൾ മണ്ടിക്കളിക്കുകയാണ്. പത്രവല്ലികൾ ചുറ്റും പടരുന്നു. പത്രം എന്താണ്? പത്രം നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ല, പത്രം ഇലയാണ്, ഇല. അപ്പോ പത്രവല്ലികൾ ചുറ്റും പടരുകയാണ്. അതായത് ഈ പറഞ്ഞ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ, അതിനു ചുറ്റും മണ്ടിക്കളിക്കുന്ന ഒരു കൂട്ടം വണ്ടുകൾ, ആ വണ്ടിനൊപ്പം തന്നെ പത്രം അല്ലെങ്കിൽ ഇലകളാൽ വള്ളികളാൽ ചുറ്റും പടരുന്ന അതിനു മീതെ തിളക്കമുള്ള ഒരു ആകാശം, നീലമേലാപ്പ് കെട്ടിയ ആകാശം. നമ്മളുടെ ഈ മനോഹരമായിട്ടുള്ള നമ്മളുടെ പ്രകൃതി ദൃശ്യത്തിന്റെ ഒരു ഭാഗമാണ് അവിടെ ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ചും എടുത്ത് കാണിക്കുന്നത്. അപ്പോ അവിടെ ഒരിക്കൽ കൂടി ഒരു വരികളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, എന്റെ മനോഹരമായ ജന്മഭൂമിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അത് കുറെയൊന്നും അകലെയല്ല. ഇതാ ഈ കാണുന്നതിന്റെ തൊട്ടകല്, തൊട്ടടുത്ത് എനിക്ക് കാഴ്ച നൽകുന്ന തൊട്ടകലെയുള്ള എന്റെ ജന്മഭൂമി, വളരെ മനോഹരമായ ജന്മഭൂമി. അവിടെ താമര കൈകളാൽ എന്നെ വിളിക്കുന്ന, അല്ലെങ്കിൽ മനോഹരമായ താമര പൊയ്ക എന്നെ വിളിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള പുഷ്പരാജികൾ നിറഞ്ഞ, പൂക്കളുടെ കൂട്ടങ്ങൾ നിറഞ്ഞ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ വണ്ടുകൾ അതിനു ചുറ്റും പാറി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്രവല്ലികൾ അല്ലെങ്കിൽ നല്ല മനോഹരമായ ഇലകൾ വള്ളികളാൽ ചുറ്റിപ്പിണഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യത്തിന്റെ ആ ഒരു വർണ്ണനകളാണ് ഈ ഒരു ഗീതകത്തിൽ എടുത്തു പറയുന്നത്. മൂന്നാമത്തെ ഗീതകം പ്രധാനമായിട്ടും കവയിത്രി ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പ്രകൃതിയുടെ ആ വർണ്ണന. ഇതൊക്കെ ഈ പ്രകൃതി വർണ്ണനകളൊക്കെ നൽകുന്നത് നമ്മള് ഈ പറഞ്ഞ പക്ഷിയുടെ ലോകത്തെയാണ് അത് കാണിക്കുന്നത്. പ്രകൃതിയുടെ വർണ്ണന എന്ന് പറയുന്നത് ഈ പ്രകൃതിയാണ് ആ ഒരു പക്ഷിയുടെ വീട്, കൂട്, ഈ പറഞ്ഞ ജീവിതം. ഇവയെല്ലാം തന്നെ മാടി വിളിക്കുന്നു. തനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന സങ്കടം മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ കാര്യം മാത്രം, ഒരു അനുവാദം, എന്നെ വിട്ടയക്കുക. ആ ഒരു അനുവാദത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പൊ ആ അനുവാദം മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത് എന്ന് ആര് പറയുന്നു? നമ്മളുടെ പക്ഷി വീണ്ടും പറയുന്നു. അപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ജന്മഭൂമിയായിട്ടുള്ള കാനനത്തിലേക്ക്, അല്ലെങ്കിൽ കാനനം കിളിക്ക് മുൻപിൽ ഒരു സ്വപ്നം എന്ന പോലെ വരികയാണ്. ഈ പറഞ്ഞ സ്വാതന്ത്ര്യം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി നമുക്ക് അവസാന ഭാഗത്തിലേക്ക് പറയാം. ഈ അവസാന ചെറിയ ഭാഗം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോ ഇവയെല്ലാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നീലമേലാപ്പ് കെട്ടിയ വാനിടം. നീല നിറത്തിൽ ഒരു മേലാപ്പ് പോലെ കെട്ടിത്തീർത്ത വാനിടത്തിലാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആകാശത്തിന് ചുവട്ടിലാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിലകൊള്ളുന്നത്. കാത്തു നിൽക്കുന്നു സസ്നേഹമായ എന്നെ മൂർധനി മുഖർനോമനിച്ചിടുവാൻ. ഇവയെല്ലാം എന്നെ കാത്തിരിക്കുകയാണ്. ആര്? പ്രകൃതി, പൂക്കൾ, മരങ്ങൾ, പുഴകൾ, തടാകം, ഈ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും. എന്തിന്? ആ താമരപ്പൊയ്കയിലെ താമരകളാവട്ടെ, പൂക്കളാവട്ടെ, വണ്ടുകളാവട്ടെ, ഇവരെല്ലാം എൻ്റെ വീടാം, അല്ലെങ്കിൽ വീടാം കൂട്ടിലെ എന്താണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. അവരെല്ലാവരും എന്നെ എന്ത് ചെയ്യുന്നു? കാത്തു നിൽക്കുന്നു. സസ്നേഹമായ എന്നെ മൂർധനി മുഖർ നോമനിച്ചിടുവാൻ. എന്നെ ഓമനിക്കാനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. എനിക്ക് പോകണം, പ്ലീസ് എന്നെ ഒന്ന് തുറന്നു വിടൂ. എന്നെ അവരെല്ലാവരും കാത്തു നിൽക്കുകയാണ്. അവരെന്നെ സ്നേഹത്തോടെ, വെറും സ്നേഹമല്ല, സസ്നേഹമായ എന്നെ മൂർധനി നമുക്കെല്ലാം പറയാം, മൂർധൻ അല്ലെ, മൂർധാവ്, എന്റെ നെറുകയിൽ ഒന്ന് ഉമ്മ വെച്ച് ഓമനിക്കുവാനായിട്ട്. എനിക്ക് വേണ്ടത് ഒരു അനുവാദം മാത്രമാണ്. അപ്പോ വീണ്ടും ഈ കവിത അവസാനിക്കുമ്പോഴും അതേ വരികൾ പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടു പാറിപ്പറക്കട്ടെ വീണ്ടുമേ. ഞാൻ ഈ കൂട്ടിലല്ല പിറന്നത്, ഞാൻ ആകാശത്ത് പറന്നു നടക്കുന്ന ഈ കൂട്ടുകാരും ഈ പറഞ്ഞ പുഴകളും അല്ലെങ്കിൽ തടാകവും അല്ലെങ്കിൽ താമരയും വണ്ടുകളും പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി മനോഹരമായിട്ടുള്ള അവിടെയാണ് എൻ്റെ വീട്, എൻ്റെ ജന്മഭൂമി അവിടെയാണ്. ഞാൻ ആ കൂട്ടിൽ, അല്ലെങ്കിൽ ഞാൻ ആ വീട്ടിലാണ് ജനിച്ചത്, അല്ലെങ്കിൽ
അവിടെ പാറി പറന്ന് നടന്നിരുന്ന ആളാണ്. ഈ കൂടാം വീട്ടിൽ കൊണ്ടുപോയി ഞാനിപ്പോൾ ഈ കൂട്ടിലാണ് കഴിയുന്നത്, എനിക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ എനിക്ക് അനുവാദം തരണം, എന്നെ ഒന്ന് വിട്ടയക്കുക എന്നുള്ള ഒരു അപേക്ഷയോട് കൂടിയാണ് വീണ്ടും ഈ കവിതാഭാഗം അവസാനിക്കുന്നത്. അപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ കവിത പ്രധാനമായിട്ടും സ്വാതന്ത്ര്യമാണ് തന്റെ ജീവിതം എന്ന ദർശനമാണ് ഈ കവിതയുടെ പ്രധാന ഒരു കണ്ടന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാം. ഞാൻ ആദ്യ ഭാഗങ്ങളിലെ സൂചിപ്പിച്ചു, നമ്മളുടെ പഠിക്കാനുള്ള കവിതാ ഭാഗങ്ങൾ ഏറ്റവും ചെറിയ ഭാഗമാണ്. പക്ഷേ ആശയപരമായി ഒരുപാട് നമ്മൾക്ക് മുൻപിലേക്ക് ചോദ്യമായിട്ട് എത്താവുന്ന ഒരുപാട് ചോദ്യ സാധ്യതകളുള്ള ഒന്ന് തന്നെയാണ്. നിരവധി കവികളും മറ്റ് എഴുത്തുകാരും എല്ലാം ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ പക്ഷികളുടെ കൂട്ടിലുള്ള ഇത്തരത്തിലുള്ള കവിതകളെ കുറിച്ചും നമ്മൾ കവിതകൾ രചിച്ചതും അല്ലെങ്കിൽ രചനകൾ രചിച്ചതും ഒക്കെ ആദ്യ ഭാഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോ ഒരു വ്യക്തിയുടെ ജന്മാവകാശമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് സ്വാതന്ത്ര്യമാണ്. മറ്റേത് നഷ്ടപ്പെട്ടാലും നമുക്ക് ഒരു പക്ഷേ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ സാധിക്കാം. പക്ഷെ സ്വാതന്ത്ര്യം അത് നമ്മൾക്ക് അവകാശപ്പെട്ടതാണ്. അതൊരു കൂട്ടിൽ കിടക്കുന്ന കിളിയാണെങ്കിലും മുയലാണെങ്കിലും പക്ഷിയാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏത് മൃഗങ്ങളായാലും ഒരു മനുഷ്യനാണെങ്കിലും അടിമത്തം അനുഭവിക്കുന്ന മനുഷ്യനാണെങ്കിലും ഈ പറഞ്ഞ സ്വാതന്ത്ര്യം ആണ് ഏറ്റവും അവകാശമുള്ളത്. ഈ പറഞ്ഞ കിളി ഈ കൂട്ടിനുള്ളിൽ കിടക്കുന്ന സമയത്ത് ഈ കൂട്ടിനുള്ളിലെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ തനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തന്റെ ചുറ്റും നിരവധി അനവധി തനിക്കൊപ്പമുള്ള സുഹൃത്തുക്കൾ, തന്റെ കൂട്ടത്തിലുള്ള ആളുകൾ വാനത്തിൽ വിഹരിച്ച് അല്ലെ സ്വപ്ന സദൃശ്യമായിട്ട് ഇങ്ങനെ പാറി പറന്ന് നടക്കുകയാണ്. അതെല്ലാം കാണുന്ന സമയത്ത് കിളിക്കും ആഗ്രഹമുണ്ട് അവരോടൊപ്പം ഒന്ന് പറക്കാൻ. പക്ഷേ ഈ കൂട്ടിലെ ബന്ധനം എന്നെ അതിൽ നിന്നെല്ലാം തടസ്സപ്പെടുത്തുന്നു. എനിക്ക് പറക്കാനായിട്ട് ആഗ്രഹമുണ്ട്, അതിന്റെ അനുവാദമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എൻ്റെ ഹൃദയം ഒരു പുഴുവിനെ പോലെ എന്ത് ചെയ്യാണ്, ആ ഒരു രംഗം കാണുമ്പോൾ തുടിക്കുന്നു. പക്ഷെ എനിക്കതിന് സാധ്യമല്ല, എനിക്കത് ലഭിക്കുന്നില്ല എന്നറിഞ്ഞാൽ പോലും എനിക്ക് വീണ്ടും ആ സ്വപ്നം എന്നെ മാടി വിളിച്ചുകൊണ്ട് എൻ്റെ പ്രകൃതിയിലെ എൻ്റെ മനോഹരമായ സ്വപ്നങ്ങളിലേക്ക് വീണ്ടും 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 ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഞാൻ അനുവാദത്തിന് വേണ്ടി ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എന്നെ ഒന്ന് വിട്ടയക്കുക ഈ കൂട്ടിൽ നിന്ന്, ഞാനൊന്ന് പറന്ന് നടക്കട്ടെ വീണ്ടും എൻ്റെ ഈ ആകാശത്തിലൂടെ. ഇത്രയുമാണ് ഈ കവിതാഭാഗം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. തുടക്കത്തിലെ പറഞ്ഞു വളരെ ചെറിയൊരു കവിതാഭാഗമാണ് എന്നുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ലഭിച്ച ആളുകൾക്ക് അറിയാം, പാഠാപഗ്രഥനും അതുപോലെ തന്നെ പദപരിചയം എല്ലാം തന്നെ അതിൽ നിന്ന് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും വളരെയധികം മനോഹരവും അതിലേറെ വളരെയധികം ചിന്തിക്കാവുന്നതുമായിട്ടുള്ള ഒരു സന്ദേശമാണ് പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ക്ലാസ് ഇതുവരെ കേട്ട ആർക്കെങ്കിലും ഏതെങ്കിലും രൂപത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നാൽ കഴിയുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. ഈ പാഠത്തിൽ നിന്ന് മുമ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എക്സാമിൽ? ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഈ കവിതാ ഭാഗത്തുനിന്ന്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഈ കവിതാ ഭാഗത്തുനിന്ന്. അതെ അല്ലേ? ഓക്കെ. സാധാരണ നമുക്ക് വരുന്ന ചോദ്യങ്ങളിൽ ഒറ്റവാക്കില് നമ്മളുടെ ഒരു 45 മാർക്കോളം ഒബ്ജക്റ്റീവ് ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പല രൂപത്തിലും. അതായത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, ശരിയോ തെറ്റോ, മാച്ച് ഫോളോയിങ്, ആ രൂപത്തിൽ വരാറുണ്ട്. പിന്നെ 2 മാർക്ക്, 4 മാർക്ക്, 6 മാർക്ക് എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ വരാറുള്ളത്. അതിൽ ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ ഒരു പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മളുടെ സിലബസിന്റെ രൂപത്തിൽ വരികയാണെങ്കിൽ ഈ ചാപ്റ്റർ വരാം എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതായത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ 10 ചാപ്റ്റർ ഉണ്ടെങ്കിൽ മേ ബി 10 ചാപ്റ്ററും ചിലപ്പോ പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല, മീൻസ് ചോദ്യം വരില്ല. പക്ഷെ ആ 10 ചാപ്റ്റർ നമ്മൾ നോക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേത് തന്നെയാണ്. ഈ കവിതയെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ കവിതയുടെ ആശയം ആ ഒരു ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. അതെ അതെ അതെ. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കിളിയും കൂടും ഒക്കെ ആണെങ്കിൽ പോലും സ്വാതന്ത്ര്യമാണ് ഇതിലെ പ്രധാന പ്രമേയം. സ്വാതന്ത്ര്യമാണ് ഒരു ജീവിതത്തിൽ ഏറ്റവും വളരെ, അതായത് ഞാൻ നേരത്തെ ഒരുപാട് തവണ ആവർത്തിച്ചൊരു കാര്യമാണ്. അതായത് ഒരു പക്ഷി എന്നതിലുപരി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം കൂടി ഇവിടെ കാണുന്നുണ്ട്. ഇപ്പൊ ഒരു കിളിയുടെ അല്ലെങ്കിൽ പക്ഷിയുടെ ചിത്രം തന്നുകൊണ്ട്
പക്ഷിയായിട്ട് തന്നെ വ്യാഖ്യാനിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതൊരു മറ്റേതെങ്കിലും മൃഗമാവാം, അല്ലെങ്കിൽ എന്തിന് മനുഷ്യൻ തന്നെ ആവാം. ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ തന്നെയാണ്. എനിക്ക് നമ്മൾ പണ്ടൊക്കെ നമ്മൾ കാണുന്ന ചിലപ്പോ ഒരു അന്യനാട്ടിൽ നിന്ന് കിടന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാവാം, അതല്ലെങ്കിൽ ഒരു അടിമത്തത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു മനുഷ്യനായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. മലയാളമാണ്, മലയാളത്തിലെ ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആശയപരമായിട്ട് വന്ന് ഡയറക്റ്റും അല്ലെങ്കിൽ അല്ലാതെയുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലൊക്കെ സാധാരണ അത്ര തന്നെയാണ്. നമ്മൾ പണ്ട് പറയുന്ന ഒരു കാര്യമാണ്, മലയാളം പഠിക്കാതെ പോയാലും എന്ത് ചെയ്യാം, പാസ്സാവാം, മാർക്ക് കിട്ടും എന്നൊക്കെ. പക്ഷേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ ആശയം. മലയാളം വായിക്കാനും എഴുതാനും കൃത്യമായി അറിയുകയും ആ പാഠത്തിന്റെ ആശയം നമ്മളുടേതായിട്ടുള്ള ഭാഷയിൽ വ്യാഖ്യാനിക്കാനും നമുക്ക് വ്യക്തമാക്കാനും സാധിക്കുന്നു എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും.